ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും അതുപോലെ മാനസയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണിയെ നല്ല പോലെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാനസ അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണനെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ അവരോട്, അതായത് കൺമണിയോട് തന്നെ വിശദമായിട്ട് പറയുകയാണ്. കൃഷ്ണ ഒരുപാട് പെൺകുട്ടികളൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും അതൊന്നും കൂടെ കൊണ്ട് നടക്കുന്നില്ല. ഇപ്പം എന്നെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മറക്കണം എന്ന രീതിയിൽ കൺമണിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷും അതുപോലെ താനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന രീതിയിലൊക്കെ മാനസ കൃഷ്ണനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേനും കൺമണിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി തന്നെ അത് എത്തിപ്പാളി നോക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. എന്തായാലും വരുണുമായിട്ടുള്ള കല്യാണത്തിന് കൺമണി സമ്മതിക്കുന്ന വിധത്തിൽ തന്നെ മാനസ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു എന്ന രീതിയിലൊക്കെ കേട്ടോ. അതിനുശേഷം വീണ്ടും അമ്മായിമാരെയും അതുപോലെ ഗോകുലിനെയൊക്കെ കാണിക്കുന്നു കേട്ടോ. ഗോകുലിനോട് അമ്മായിമാർ പറയുന്നുണ്ട്, നീ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞങ്ങളോട്, കള്ളക്കഥകളായിരുന്നു അല്ലേ. ക്രിസ്സാരും അതുപോലെ കൺമണി ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയാണെന്നും അവർ നല്ല സ്നേഹബന്ധത്തിലാണെന്ന രീതിയിലൊക്കെ പറഞ്ഞില്ലേ, അത് കളവായിരുന്നില്ലേ. എന്തായാലും അവർ രണ്ടുപേരും ഒരു ബന്ധവുമില്ല. ക്രിസ്സാറിന് കല്യാണം ഉറപ്പിച്ചു, അതുപോലെ ഇപ്പോൾ വരുണുമായിട്ട് കൺമണിയുടെ കല്യാണം ഉറപ്പിച്ചു. ഇനി രണ്ടുപേരും രണ്ട് രീതിയിൽ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. ഇത്രയും നീ പറയാൻ നിൽക്കേണ്ട ഗൂഗിള് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയെ കൃഷി വിളിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, എത്ര വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ കൺമണി, അതുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോഴത്തേന് ഫോൺ എടുത്തതിന് ശേഷം കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, എന്താ എം ഡി സർ എന്ന് വിളിക്കുന്നത് എന്ന രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേനും, എം ഡിയോ, നീ എന്താ കൺമണി ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ കൃഷ്ണൻ എന്നല്ലേ നീ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പറയും, എനിക്ക് വയ്യ, അതുകൊണ്ടാണ് നീ പറയാനുണ്ടെങ്കിൽ വേഗം പറയുമെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണനോട് വളരെയധികം ദേഷ്യത്തോടു കൂടി സംസാരിക്കുക കേട്ടോ. കൺമണിക്ക് ആകെ വിഷമം വന്നിട്ടുണ്ട്. കൃഷി തന്നെ ചതിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതിനുശേഷം തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്, ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുലും കൺമണി സംസാരിക്കുന്നുണ്ട്. അപ്പേ ഒരു കാര്യം പറയട്ടെ, മാനസമേടെ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പയെ വെറുതെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അതെന്തിനാ അപ്പം മനസ്സിലാക്കാത്തത്. ക്രിസ്സാറിന് അപ്പയോടുള്ള ഇഷ്ടം തന്നെ മാനസമേടം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് വിശ്വസിച്ച് ക്രിസ്സാറിനെ ഒരിക്കലും തന്നെ അപ്പ വെറുക്കരുത്, സ്നേഹിക്കാനേ പാടുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ കാണിക്കുന്നത് കൃഷ്ണനെ അതുപോലെ മാനസയാണ്. വേറെ ഒന്നുമല്ല, മാനസ കൃഷ്ണനോട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൺമണിക്ക് ഒരാളെ ഇഷ്ടമാണ്, വരുണിനെ ഇഷ്ടമാണ്. കാരണം അവർ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. വരുണിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കൺമണി വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. വരുണുമാണ് കൺമണിക്ക് യോജിച്ച പയ്യൻ, അല്ലാതെ മറ്റാരുമല്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ക്രഷ് തുറന്ന് പറയുന്നുണ്ട്, വരുണിനെ കുറിച്ച് നല്ല പോലെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് കൺമണി. അവൾ നല്ല കുട്ടിയാണ്, നല്ലതിന് മാത്രം സെലക്ട് ചെയ്യുള്ളൂ. അവളെ ഓരോന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ തിരിക്കാനായിട്ട് നീ നോക്കണ്ട മാനസ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണനറിയാം കൺമണിക്ക് തന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അത് ഇനി ആരെന്ത് പറഞ്ഞാലും മാറില്ല എന്നും കൃഷ്ണന് നന്നായിട്ട് അറിയാം. മാനസ എന്നല്ല, ആര് പറഞ്ഞാലും മാറില്ല. അതുകൊണ്ട് തന്നെ കൃഷും കൺമണിയും തമ്മിലുള്ള വിവാഹം നടക്കുകയുള്ളൂ, അല്ലാതെ വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല എന്നും കൃഷ്ണനറിയാം. അതുപോലെ മാനസയെ എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കൃഷി ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു പ്രൊമോ വിശേഷം കഴിയുന്നത്. നാളത്തെ ഒരു നല്ലൊരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.